ലാലേട്ടൻ പറഞ്ഞു തീർത്ത ഒരു അനീഷിന്റെ പ്രശ്നമുണ്ട്. അത് വീണ്ടും അനീഷിന്റെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് ബിന്നി ചൊറിഞ്ഞു ചൊറിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ലൈവിൽ അത് വ്യക്തമായി കാണുന്നുമുണ്ട്. അതായത് നമ്മുടെ ബിന്നിക്ക് ഇപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ അനീഷിനെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബിന്നി എപ്പോഴും ചൊറിയാൻ പോകുന്നത് നമ്മുടെ അനീഷിനോട് തന്നെയാണല്ലോ. ആ ചൂലിന്റെ കാര്യം ചോദിച്ച് അനീഷിനെ ഒന്ന് വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിന്നി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അനീഷിനോട് ബിന്നി ചോദിക്കുകയാണ് ആ ചൂലിന്റെ കാര്യം. ഒടുവിൽ അനീഷ് സഹികെട്ടി മറുപടി നൽകുന്നുണ്ട്. ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാം പറഞ്ഞു തീർത്തതല്ലേ, പിന്നെ എന്തിനാ ഇപ്പോഴും ചോദിക്കാൻ വന്നിരിക്കുന്നേ എന്ന്. അപ്പൊ ബിന്നി പറയുകയാണ്, ഞാൻ തീർത്തിട്ടില്ല, അത് അവിടെ വെച്ച് സംസാരിച്ചു. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചേ തീരുകയുള്ളൂ എന്നാണ് നമ്മുടെ ബിന്നി പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ ലാലേട്ടൻ പറഞ്ഞതിനും അപ്പുറം ബിന്നി പറഞ്ഞാലേ ആ പ്രശ്നം സോൾവ് ആകൂ എന്നുള്ള രീതിയിലാണ് ബിന്നി ഇപ്പോൾ സംസാരിക്കുന്നത്. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് സംസാരിച്ചതാണ് എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇനിയും അതിനെക്കുറിച്ച് തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നോട് സംസാരിച്ചേ മതിയാകൂ എന്ന് നമ്മുടെ ബിന്നി ആവർത്തിച്ച് പറയുകയാണ്. എന്നാൽ അതിന് മറുപടി ആയിട്ട് അനീഷും പറയുന്നുണ്ട്, ബിന്നി അത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പ്രശ്നമെല്ലാം തീർത്ത ഒരു കാര്യമാണ്. ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നീ ലാലേട്ടന്റെ വാക്കിന് വിലയൊന്നും കൽപ്പിക്കുന്നില്ലേ? അതും കൂടെ നമ്മുടെ അനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ബിന്നി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് മറ്റൊരു ടോപ്പിക് അങ്ങ് എടുത്തിട്ടു. അതായത് അന്ന് ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ഫ്ലഷ് ചെയ്തോ എന്ന് എന്നോട് ചോദിച്ചു. ബിന്നി എന്തിനാ എന്നോട് ചോദിച്ചത് എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ ബിന്നി മറുപടി പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, പിന്നെ എന്തിനാ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നേ എന്ന്. അപ്പൊ അനീഷും പറഞ്ഞു, അത് തന്നെയാ ഞാനും പറഞ്ഞ, ബിന്നിയുടെ അടുത്ത് ചൂലിന്റെ കാര്യം ലാലേട്ടൻ വന്ന സമയത്ത് സംസാരിച്ച് തീർത്തതല്ലേ, പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് കൊണ്ട് തന്നെ നമ്മുടെ അനീഷിന്റെ ലെവൽ അങ്ങ് ഉയർന്നിട്ടുണ്ടാകും. നിങ്ങൾ ആരുടെ ഭാഗത്താണ് അഭിപ്രായം പറയാൻ മറക്കരുത്.